ഊർധ്വപവിത്രോ വാജിനീവ സമൃദ്ധമസ്മി. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ശുദ്ധമായത് ഊർധ്വപവിത്ര. ഏറ്റവും പവിത്രമായതെന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ബ്രഹ്മത്തിനെ മലീമസമാക്കാൻ ഒന്നിനും സാധ്യമല്ല. കാരണം നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ കണ്ടു, ഓം നിർലേപായേ നമഃ. കർമ്മമാലിന്യങ്ങൾ അതിനെ ബാധിക്കുന്നില്ല. കർമ്മങ്ങളൊക്കെ പ്രകൃതിയിലാണ്, ബ്രഹ്മത്തിലല്ല, സങ്കല്പങ്ങളിലാണ് നടക്കുന്നത്. ബ്രഹ്മം ദ്രഷ്ടാവാണ്, സാക്ഷിയാണ്. അപ്പം ഈ സൂര്യൻ ഉദിക്കുമ്പോൾ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നല്ലതും മോശമായിട്ട് പലതും നടക്കുന്നുണ്ട്, സൂര്യപ്രകാശത്തിലെല്ലാം കാണുന്നുണ്ട്. പക്ഷെ സൂര്യനെ ഇതൊന്നും ബാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സൂര്യൻ കളങ്കപ്പെടുന്നില്ല. ബ്രഹ്മപ്രകാശത്തിൽ അനുഭവങ്ങളെല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നു, അനുഭവത്തിൽ വരുന്നു. ബ്രഹ്മം സാക്ഷി മാത്രമാണ്, ദ്രഷ്ടാവാണ്. അനുഭവങ്ങളെല്ലാം ദൃശ്യമാണ്. ദൃശ്യങ്ങൾക്ക് ഒരിക്കലും ദ്രഷ്ടാവിനെ മലിനപ്പെടുത്താൻ സാധിക്കില്ല. സാക്ഷി മാറി നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ബ്രഹ്മം എപ്പോഴും ശുദ്ധമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ബ്രഹ്മമായത് കാരണം ഞാൻ ഏറ്റവും ശുദ്ധമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. ശ്രേഷ്ഠനാണ് എന്നല്ല പറഞ്ഞ് ശ്രേഷ്ഠമാണ്. ഈ ചെറിയ വ്യത്യാസം പോലും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ത്രിശങ്കു മഹർഷി ആ വ്യക്തിയുടെ തലത്തിൽ നിന്നിട്ടല്ല അത് പറയുന്നത്, ആത്മാവിൻ്റെ തലത്തിൽ നിന്നിട്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ ബ്രഹ്മമാകുന്നു ഞാൻ എന്ന് പറയുന്നു. ആ തലത്തിൽ നിൽക്കുമ്പം ഒരു കാര്യമുണ്ട്, കർമ്മങ്ങളുടെ പുണ്യമോ പാപമോ എന്നെ ബാധിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, അർജുന നീ ആത്മതലത്തിൽ നിന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യൂ, പുണ്യമോ പാപമോ നിന്നെ ബാധിക്കില്ല. അതേ കാര്യം ഇവിടെ പറയുന്നു. ഞാൻ ബ്രഹ്മമായതുകൊണ്ട് കർമ്മങ്ങളുടെ പുണ്യപാപങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ കർമ്മങ്ങൾക്ക് സാക്ഷി മാത്രം. നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറയും, ഈശ്വരനെ വിളിക്കുമ്പോൾ കർമ്മസാക്ഷി, കാലസാക്ഷി എന്നൊക്കെയാണ് പറയാം. സാക്ഷിഭാവം നമ്മൾ നേടിയെടുക്കേണ്ട ആ കഴിവ് എന്നല്ല അതിന് പറയും, ശരിക്കും ആ തലം, ഈ സാക്ഷിഭാവമാണ് വേണ്ടത്. സാക്ഷിഭാവത്തിൽ സുഖദുഃഖങ്ങളില്ല, ആനന്ദം മാത്രമാണ്. അപ്പം നമ്മുടെ എല്ലാ ഈശ്വരന്മാരും രൂപം നോക്കിയാൽ അറിയാം, ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്ന ഈശ്വരന്മാരെ നമ്മൾ കാണില്ല. ശാന്തരായി ആനന്ദഭാവത്തിലിരിക്കുന്ന ഈശ്വരന്മാരെ കാണാം. കാരണം എന്താ? സാക്ഷിഭാവത്തിലാണ്. ഈ സാക്ഷിഭാവം ഇതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. എങ്ങനെ നേടിയെടുക്കും? ഞാൻ അനുഭവങ്ങൾക്ക് സാക്ഷിയാണ്, അനുഭവങ്ങൾ എന്നിൽ നിന്ന് അന്യമാണ്. അസംഗശസ്ത്രേണ ദൃഢേന ചിത്തം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ചേരാതിരിക്കുക, താതാത്മ്യം ഇല്ലാതിരിക്കുക. ആ ഒരു തലത്തിലേ ഇത് നടക്കുള്ളൂ. അപ്പോഴാണ് ഇവിടെ ബ്രഹ്മം ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ പ്രവൃത്തികൾ എന്നെ ബാധിക്കുന്നില്ല. അർജുനനെ പുണ്യം ചെയ്യുന്ന യുദ്ധം ചെയ്താൽ പാപമാകുമോ ദോഷമാകുമോ എന്നൊക്കെയായിരുന്നു ചോദ്യം. ഭഗവാൻ പറഞ്ഞു, നീ ആത്മാവിൻ്റെ തലത്തിലേക്ക് ഉയരും, നീ ആത്മാവാണെന്ന് അറിയൂ, എന്നിട്ട് കർമ്മങ്ങൾ അങ്ങനെ നടക്കട്ടെ, ശരീരം ഉപാധി മാത്രമാണ് എന്ന് മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞപ്പം അർജുനനെ എങ്ങനെ കർമ്മം ചെയ്യണം, ഏത് മനോഭാവത്തോടു കൂടി കർമ്മം ചെയ്യണമെന്ന് മനസ്സിലായി. ഇവിടെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ജീവിതത്തിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോഴും ഈ ഭാവത്തിലേക്ക് നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. പക്ഷെ നമുക്കങ്ങനെ സാധിക്കാറില്ല. എപ്പോഴും നമ്മൾ ഞാൻ എന്ന അഹങ്കാരത്തിൻ്റെ പിടിയിൽ പെട്ടിരിക്കണവരാണ് നമ്മൾ, ശരീരമായിട്ടും മനസ്സുമായിട്ടും ബുദ്ധിയായിട്ടാണ്. അപ്പോൾ ഇനി ഈ തത്വങ്ങൾ അറിയുമ്പോൾ എന്ത് ചെയ്യണം? പതുക്കെങ്കിലും മാറാൻ തുടങ്ങണം, പതുക്കെങ്കിലും. കാരണം ഇതൊന്നും ഒരു സുപ്രഭാതത്തിലുള്ള മാറ്റമല്ല, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമ്മളിങ്ങനെ ആർജിച്ചെടുത്ത് ഒരുപാട് അജ്ഞാനം ഇങ്ങനെ അട്ടിയായിട്ട് കിടക്കുകയാണ്. അതിനെ അറിവിൻ്റെ ആളുകൊണ്ട് തന്നെ മാറ്റി എടുക്കണം. അപ്പോഴേ നിർലേപായേ നമഃ, ബാധിക്കാത്തത് എന്ന അർത്ഥത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രമാണ് ഈ പറഞ്ഞൊക്കെ. ലളിതാ സഹസ്രനാമത്തിലും കാണാം, ഓം ജഡാത്മികായേ നമഃ എന്നൊരു മന്ത്രം കാണാം. ഈ പ്രകൃതി ഇത് ജഡമാണ്, ഇതിനെ ചൈതന്യവത്താക്കുന്ന ശക്തി അമ്മ ഭഗവതി. നമ്മൾ ലളിതാ സഹസ്രനാമാണെങ്കിൽ ലളിതാംബിക എന്ന് പറയും. അപ്പോൾ ഏത് ശാസ്ത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലും പറയുന്നതൊക്കെ ഒരു തത്വമാണ്. പക്ഷേ ആ ശാസ്ത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിലൂടെ പറഞ്ഞു എന്നുള്ളൂ. എന്തിനിത്രയും വ്യാഖ്യാനങ്ങളും ശാസ്ത്രങ്ങളും ഉണ്ടായത് എന്നൊരു ചോദ്യം വരും. ഞങ്ങൾക്കൊരു പുസ്തകമുള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് പുസ്തകമാണ്.
ആ കൂടി കൺഫ്യൂഷനാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു പുസ്തകമായതാണ് പ്രശ്നം. കാരണം ഇത് വായിക്കുന്ന ആൾക്കാർ ഒരുപോലെയല്ല, പലരും പല വിധത്തിലാണ്. അപ്പോൾ ഒരു പുസ്തകം അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ തന്നെയാണ്. ഓരോ വ്യക്തിക്കും അവർക്ക് അനുസരിച്ചുള്ള തലത്തിൽ പറയുന്ന പുസ്തകങ്ങൾ വേണം. അത് ഹൈന്ദവ ശാസ്ത്രത്തിലുള്ളൂ. ഏത് ഗ്രന്ഥത്തിൽ കൂടെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എത്തുന്ന തലം ഒന്നാണ്, ലക്ഷ്യമാണ്. ഋഷിമാർ ഇത്രയും പറഞ്ഞു വെച്ചിരുന്നു. അപ്പം ദർശനങ്ങൾ ഒരുപാടുണ്ട്. ഓരോ ദർശനത്തിൽ കൂടെ പോയാലും എത്തുന്നത് ഈ തലത്തിലേക്കായിരിക്കണം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോൾ അവരതാ പറയാം. വിഷ്ണു സഹസ്രനാമത്തിൽ വിഷ്ണുവാണ് ഏറ്റവും കേമം. ശിവസഹസ്രനാമം എടുത്തു കഴിഞ്ഞാൽ ശിവനാണ് ഏറ്റവും കേമം. ലളിതാ സഹസ്രനാമം എടുത്തു കഴിഞ്ഞാൽ ഭഗവതിയാണ് ഏറ്റവും കേമം. ഇതിലിപ്പോൾ ആരാ കേമം? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ശിവനും വിഷ്ണുവും ഭഗവതിയൊക്കെ ഒന്നാണെന്ന് ആ മന്ത്രത്തിൻ്റെ ഓരോ മന്ത്രത്തിൻ്റെ അർത്ഥം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിഞ്ഞൂടെ? പേര് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ അല്ലേ? ഇപ്പോൾ ഒരു കുപ്പിയിൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് വാട്ടർ എന്ന് പറഞ്ഞാലും പാനി എന്ന് പറഞ്ഞാലും വെള്ളം എന്ന് പറഞ്ഞാലും തണ്ണി എന്ന് പറഞ്ഞാലും ജലം എന്നൊക്കെ പറഞ്ഞാലും സാധനം ഒന്നാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കങ്ങനെ ബഹുദൈവങ്ങളില്ല, ബഹുനാമങ്ങളാണുള്ളത്. ഇതെപ്പോഴും ഓർമ്മിക്കണം. അല്ലെങ്കിൽ ഈ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള കൺഫ്യൂഷൻ ഇവിടെയൊക്കെയാണ്. ഇവിടെ അമ്പലങ്ങളിൽ പോകുമ്പോഴും ഞങ്ങളില്ല ആദ്യം അവിടെ തൊഴണം ഇവിടെ തൊഴണം. ഇതൊക്കെ നമ്മൾ ആരാധനയുടെ ആരംഭകാലത്ത് ഇതൊക്കെ ഓക്കെ. പക്ഷേ ഒരു തലത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ ഈ കൺഫ്യൂഷനൊക്കെ മാറ്റണം നമ്മൾ. എന്നാലേ തത്വത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ബ്രഹ്മതത്വത്തിനെ അനേകമായി കാണുന്നത് തന്നെ പാപമാണ്. ഇതെപ്പോഴും ഓർമ്മിക്കാനുണ്ട്. അപ്പം തുടക്കത്തിൽ മനസ്സെവിടെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏതെങ്കിലും രൂപവും തത്വമൊക്കെ ഓർമ്മിക്കാം. പക്ഷെ പടിയായിട്ട് നമ്മളെപ്പോഴും ആലോചിക്കാമല്ലോ, ഉപനിഷത്ത് വിദ്യാർത്ഥി എന്ന തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആരാധനകളെ കാണുമ്പോൾ ഈ കൺഫ്യൂഷനൊക്കെ മാറണം. അതാണ് വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മം ഏറ്റവും പവിത്രമാണ്, ഞാൻ ബ്രഹ്മമാണ്, അതുകൊണ്ട് ഞാൻ ഏറ്റവും പവിത്രമാണ്. ഇതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം അല്ലേ? നമ്മൾ അമൃതമാണ്, അനശ്വരമാണെന്ന് അല്ലേ? നിങ്ങൾ പാപികളാണ് എന്ന് പറയുന്ന മതം വേറെയുണ്ട്. നമ്മൾ പാപികളല്ല. നിങ്ങൾ അടിമകളാണ് എന്ന് പറയുന്ന മതമുണ്ട്. നമ്മൾ അടിമകളുമില്ല. നമ്മൾ ഒരു ബൗണ്ടറിയും ഇല്ല. നമുക്ക് സ്വതന്ത്രരാണ്, പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ബൗണ്ടറികളില്ല, നമുക്ക് പാപങ്ങളില്ല. ഇത്രയൊക്കെ അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു ശാസ്ത്രം. അത് വെറുതെ പറഞ്ഞല്ല, നീ അങ്ങനെയാണ് പറഞ്ഞല്ല, യുക്തിയോടുകൂടി ചിന്തിക്കുമ്പോൾ അതാണ് സത്യം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇത്രയും പ്രത്യേകത പറയുന്നത്. ഓരോരുത്തരും ഇപ്പോൾ ഇതെല്ലാം ലോകത്തിൽ എത്രയോ ആൾക്കാർ, ഇപ്പോൾ കുംഭമേള നടക്കുമെന്ന് നമുക്കറിയാം. പലരും അവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? ഫോറിനേഴ്സ്. അവർക്ക് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. ഇതുവരെ കാണുന്ന റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിലപ്പുറം ഈ ദർശനങ്ങളിൽ എന്തൊക്കെയോ ഉണ്ട്. ഒരു മനുഷ്യൻ്റെ ശരിയായ സ്വത്വം എന്താണ് എന്നറിയണമെങ്കിൽ ഈ ദർശനങ്ങളിലേക്ക് വന്നേ പറ്റൂ. മതപരമായ ആചാരങ്ങൾ നിന്നൊക്കെ വിട്ടിട്ട്, അതൊക്കെ ഈ തത്വങ്ങളിലേക്ക് എത്താനുള്ളതാണ്. അത് വിട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ എന്നുള്ളൂ. നമ്മളതിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്. ഇപ്പോഴുണ്ട് ഈ കൺഫ്യൂഷനൊക്കെ. അപ്പം തത്വങ്ങളിലേക്ക് വരിക. തത്വത്തിലെ ഭക്തി എന്നവർ, തത്വത്തിലെ ഭക്തി കൊണ്ടേ മുക്തിയുള്ളൂ. തത്വത്തിലെ ഭക്തി എന്താ? കാണുന്നതെല്ലാം ഒരേ ചൈതന്യമാണെന്ന് അറിയലാണ് തത്വത്തിലെ ഭക്തി. അപ്പോൾ ഇന്ന് മുതലൊക്കെയാണ് ആ വ്യത്യാസം വരിക. നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ എത്തിച്ചേരേണ്ട തലം ഏറ്റവും ശ്രേഷ്ഠവും ശുദ്ധവും പരിശുദ്ധവുമായ ബ്രഹ്മമാകുന്നു ഞാൻ. എന്നിലാണ് ഈ സംസാരമുണ്ടാവുന്നത്, എന്നിലാണ് ഇത് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനാണ് അതിനെ നിലനിർത്തുന്നത്. അത് എന്നിലേക്ക് തന്നെയാണ്, ബ്രഹ്മത്തിലേക്ക് തന്നെയാണ് ലയിക്കുന്നത് എന്ന് പറയണം. സൂര്യൻ ഉദാഹരണമാക്കിയിട്ട് പറയാണ്, ഊർധ്വപവിത്രോ വാജിനീവ സമൃതമസ്മി. സൂര്യനിലെ ചൈതന്യം പോലെ ഞാൻ അമൃതമാകുന്നു. സൂര്യൻ്റെ ചൈതന്യത്തിന് എന്താ പ്രത്യേകത? സൂര്യനിലെ ചൈതന്യം എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശകമാണ്. സൂര്യൻ നമ്മൾ നോക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും സൂര്യനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു ഉപമയായിട്ട് പറയണം, സൂര്യനിലെ ഊർജം എപ്രകാരമാണോ അതുപോലെ ഞാൻ അമൃതമാകുന്നു, അനശ്വരമാകുന്നു. ഭൂമിയിലുള്ള ജീവജാലങ്ങളെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ അനശ്വരമാണ്, കാലാകാലമായിട്ട് അവിടെയുണ്ട്. പക്ഷെ സൂര്യനും ആയുസ്സുണ്ട്. സൂര്യനെയും പ്രകാശിപ്പിക്കുന്നത് ആത്മാവാണ് അല്ലേ? നമ്മൾ പിന്നെ ന തദ്ഭാസയത്തെ സൂര്യോ ന ശശാങ്കോ ന പാവകഃ
യത് ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്ന് ഭഗവത്ഗീത പറയുന്നു. കഠോപനിഷത്തിലേക്ക് നോക്കിയാൽ ഇന്ന തത്ര സൂര്യോപാധിന്ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി എന്ന് ഉപനിഷത്തുക്കൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ സൂര്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരു ചൈതന്യം ഉണ്ട്. ആ ചൈതന്യത്തിൻ്റെ ബലത്തിലാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. പക്ഷേ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ, സാധാരണ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ സൂര്യൻ എപ്പോഴും ഉണ്ട്, അതിന് സ്വയം പ്രകാശകമാണ്. സൂര്യനാണ് നമ്മളുടെ അനുഭവ മണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ഋഷി പറയുന്നു, ആ സൂര്യനിൽ എന്ന പോലെ, ആ പ്രകാശം പോലെ ഞാൻ അനശ്വരമായ പ്രകാശമാകുന്നു, ബ്രഹ്മമാകുന്നു എന്ന് നമുക്കൊരു ഉപമയായിട്ട് പറഞ്ഞു തരികയാണ്.